വയലാർ രാമവർമ്മയുടെ വയലാർ കൃതികൾ അതിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പേജ് നമ്പർ 24 എടുക്കൂ. പാഠം 7 പണ്ടൊരു കാക്ക ഏകാദശി നോറ്റു. ശ്രദ്ധിക്കുക. ഏഴിലം കാട്ടിൽ പണ്ടൊരു കാക്ക ഏകാദശി നോറ്റു. 7:30 വെളുപ്പിനുണർന്നു, പിന്നെ 7-8 നാഴിക പറന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏഴിലം കാട്ടിൽ പണ്ടൊരു കാക്ക ഏകാദശി നോറ്റു. ഏഴിലം കാട്ടിൽ ഒരു കാക്ക ഉണ്ടായിരുന്നു. ആ കാക്ക എന്ത് ചെയ്തു? ഒരിക്കലും ഏകാദശി നോക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും ഏകാദശി നോക്കുന്നത്. ഒരു നേരം അരി ഭക്ഷണം കഴിച്ചിട്ട് ഏകാദശി നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്താ ചെയ്തത്? 7:30 വെളുപ്പിനുണർന്നു, പിന്നെ 7-8 നാഴിക പറന്നു. 7:30 വെളുപ്പിനെ ഉണർന്നു, അതിരാവിലെ ഉണർന്നു. അതിന് ശേഷം 7-8 നാഴിക എന്ന് പറഞ്ഞാൽ അവിടെ ദൂരത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-8 നാഴിക പറന്നു. പോകും വഴിക്ക് തുടിച്ചു കുളിക്കാൻ ഭാരതപ്പുഴയിൽ ഇറങ്ങി. പോകുന്ന സമയത്ത് നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് എവിടെ ഇറങ്ങി? ഭാരതപ്പുഴയിൽ ഇറങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുളിച്ച് നീന്തി കയറുമ്പോൾ ഒലിച്ചു പോയി പുഴയിൽ. കാക്ക കുളിച്ച് കരയിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഒഴുക്കിൽപ്പെട്ടു, ഒലിച്ചുപോയി. കാലിട്ട് തുഴഞ്ഞപ്പോൾ കാലിന് കിട്ടി 4-5 പൊന്നും കിങ്ങിണി. കിങ്ങിണി എന്ന് പറഞ്ഞാൽ കിലുങ്ങുന്ന ഒരു തരം ആഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊലുസ്, കാലിടുന്ന കൊലുസില്ലേ, അതാണ് ഇവിടെ എന്ത് കിങ്ങിണി എന്ന് പറയുന്നത്. അപ്പം പുഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാലിട്ട് തുഴഞ്ഞപ്പോൾ കാക്കയ്ക്ക് എന്താ കിട്ടിയത്? തിളങ്ങുന്ന കിങ്ങിണി കിട്ടി. അടുത്തത് കൈയിട്ട് തുഴഞ്ഞപ്പോൾ കയ്യിൽ കിട്ടി കല്ല് പതിച്ചൊരു കങ്കണം. കങ്കണം എന്ന് പറഞ്ഞാൽ കൈവള. കങ്കണം കൈവള. കാലിട്ട് തുഴഞ്ഞപ്പോൾ പൊന്നും കിങ്ങിണി കിട്ടി, കൈയിട്ട് തുഴഞ്ഞപ്പോൾ കങ്കണം കിട്ടി. ചിറകിട്ട് തുഴഞ്ഞപ്പോൾ ചിറകിലുടക്കി ചിത്രവർണ്ണ പൂമാല. ചിറകിട്ട് തുഴഞ്ഞ സമയത്ത് ആ ചിറകിൽ കിട്ടിയത് എന്താണ്? മനോഹരമായ ഒരു പൂമാല. വർണ്ണപ്പൂമാല എന്ന് പറഞ്ഞാൽ പല കളറുകളുള്ള ഒരു പൂമാല കിട്ടി. തലയിട്ട് തുഴഞ്ഞപ്പോൾ തലയിൽ കിട്ടി തങ്കക്കസവ് തലപ്പാവ്. അടുത്തത് തലയിട്ട് തുഴഞ്ഞു. ആ സമയത്ത് എന്ത് കിട്ടി? തങ്കക്കസവ് തലപ്പാവ്. കസവ് കൊണ്ടുള്ള ഒരു തലപ്പാവ്. തലപ്പാവ് എന്ന് പറഞ്ഞാൽ തലയിൽ കെട്ട്. തലപ്പാവ് കിട്ടി. കുളിച്ചു തോർത്തി കയറി കാക്ക ഗുരുവായൂർക്ക് പറന്നു. അങ്ങനെ രക്ഷപ്പെട്ട് കരയിലേക്ക് എത്തി. അവിടെ നിന്ന് കുളിച്ചു തോർത്തി കാക്ക എങ്ങോട്ട് പോയി? ഗുരുവായൂരേക്ക് പറന്നു. അപ്പോൾ കാക്കയ്ക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. കാലിട്ട് തുഴഞ്ഞപ്പോൾ കിങ്ങിണി കിട്ടി, കൈയിട്ട് തുഴഞ്ഞപ്പോൾ കങ്കണം കിട്ടി, തലയിട്ട് തുഴഞ്ഞപ്പോൾ തങ്കക്കസവ് തലപ്പാവ് കിട്ടി. ഗുരുവായൂരെ അരയാൽ കൊമ്പിൽ തിരുനാമം ചൊല്ലിയിരുന്നു. അപ്പോൾ കാക്ക എങ്ങോട്ടാ പോയത്? ഗുരുവായൂരേക്ക്. അവിടെ പോയിട്ട് അവിടെ അരയാൽ കൊമ്പിൽ ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്തു? നാമം ജപിച്ചങ്ങനെ ഇരുന്നു. അടുത്ത കൂട്ടിലെ കാവതിക്കാക്ക അത് കണ്ട് ഏകാദശി നോറ്റു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ കാക്കയ്ക്ക് ഇതൊക്കെ കിട്ടി അല്ലേ? അപ്പൊ അടുത്ത മരക്കൊമ്പിലുള്ള കാക്കണ്ട്. ആ കാവതിക്കാക്ക ഇതേപോലെ തന്നെ ഏകാദശി നോറ്റു. ഞാനും ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇതേപോലെ കിട്ടുമെന്ന് വിചാരിച്ചു അല്ലെ? അസൂയ വന്നോടെ 7 വെളുപ്പിനുണർന്നില്ല. മറ്റേ കാക്ക ചെയ്തതുപോലെ അതിരാവിലെ ഉണർന്നില്ല. നേരം 7-8 നാഴിക പുലർന്നു. സമയം കുറച്ചുകൂടി കൂടി നേരം നന്നായിട്ട് പുലർന്നു. വടക്കൻ കാട്ടിലെ പനനൊങ്കും തിന്ന്. പനനൊങ്ക് എന്ന് പറയുന്നത് പനയിലേക്ക്
വലയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കരിക്കാണ് പനനൂല് എന്ന് പറയുന്നത്. അപ്പം വടക്കൻ കാട്ടിലെ പനനൂല് തിന്നു. ആദ്യത്തെ കാക്ക എന്ത് ചെയ്തില്ല? ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് പറന്നത്. ഇവിടെ നേരത്തെ കാവ്യക്കാക്ക നേരത്തെ എഴുന്നേറ്റില്ല. എന്ത് ചെയ്തു? പനനൂല് കഴിച്ചു. വെയിലും കൊണ്ട് പറന്നു. വെയിലും കൊണ്ട് ഇങ്ങനെ പറക്കുകയാണ്. പോകും വഴിക്ക് തുടിച്ചു കുളിക്കാൻ ഭാരതപ്പുഴയിൽ ഇറങ്ങി. പോകുന്ന സമയത്ത് തുടിച്ചു കുളിക്കാൻ വേണ്ടി എവിടെ ഇറങ്ങി? ഭാരതപ്പുഴയിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങാൻ കാരണം? നേരത്തെ എന്ത് സംഭവിച്ചിരുന്നു? കാക്കയ്ക്ക് പല സാധനങ്ങളും കിട്ടിയിരുന്നു അല്ലെ? അതേപോലെ തനിക്കും കിട്ടുമെന്ന് കാവ്യക്കാക്ക വിചാരിച്ചു. ഓളപ്പാത്തിയിൽ ഒലിച്ചു പോകാൻ ഒത്തിരി നീന്തി നടന്നു. ഓളപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. ഓളം എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. ഒഴുക്കിൽ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറേ സമയം ഇങ്ങനെ പറന്ന് കളിച്ചു പുഴയിലൂടെ. കാലിട്ട് തുഴഞ്ഞപ്പോൾ കാലിൽ കൊത്തി കാരിയും കൂരിയും പൂമീനും. ആദ്യം തന്നെ കാലിട്ട് തുഴഞ്ഞു. കാലിട്ട് തുഴഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചു? കാലിൽ കൊത്തിയത് ആരൊക്കെയാണ്? കാരിയും കൂരിയും പൂമീനും. മീനുകളുടെ പേരുകളാണ് കാരി, കൂരി, പൂമീൻ. ഈ മീനുകൾ ഈ കാക്കയുടെ കാലിൽ കൊത്തി. കൈയിട്ട് തുഴഞ്ഞപ്പോൾ കയ്യിലൊടുക്കി കറുത്തു നീണ്ടൊരു നീർക്കോലി. അടുത്തതായിട്ട് കൈയിട്ട് തുഴഞ്ഞു അല്ലേ? അവിടെ എന്ത് സംഭവിച്ചു? കറുത്തൊരു നീർക്കോലി കടിച്ചു. ചിറകിട്ട് തുഴഞ്ഞപ്പോൾ ചിറകിന് വീണു ചുറ്റിയെറിഞ്ഞൊരു വീശുവല. അടുത്തതായിട്ട് ചിറകിട്ട് ഇങ്ങനെ വീശി നോക്കി. ആ സമയത്ത് എന്ത് സംഭവിച്ചു? അതിൻ്റെ മുകളിലൂടെ ഒരു വീശുവല. ആരോ അതിൻ്റെ മുകളിലേക്ക് പുഴയിലേക്ക് വല വീശി എറിഞ്ഞു. പിറ്റേന്ന് വെളുപ്പിനു കാക്കകൾ പുഴയുടെ മറ്റേ കരയിൽ കൂടി. പിറ്റേന്ന് വെളുപ്പിന് അടുത്ത ദിവസം രാവിലെ തന്നെ കാക്കകളൊക്കെ കരയിൽ കൂടി. എന്താ കാണുന്നത്? കടവിൽ ചത്തുമലച്ച് കിടക്കുന്നു കൊതിയൻ കാവതിക്കാക്ക. ചത്തുമലച്ച് കിടക്കുകയാണ്. വലയിൽ കുടുങ്ങി അതിൽ നിന്ന് എന്ത് ചെയ്തു? അത് ചത്തുപോയി. ഇങ്ങനെ ചത്തുമലച്ച് കരയിൽ കിടക്കുന്നു. നമ്മുടെ അനുകരണം ആകട്ടെ. ആദ്യത്തെ കാക്ക ചെയ്തതുപോലെ തന്നെ ഇവിടെ കാവതിക്കാക്കയും ചെയ്യാൻ ശ്രമിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? അതിൻ്റെ തന്നെ നാശത്തിന് കാരണമായി. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നന്നായിട്ട് നിങ്ങൾ പാഠഭാഗം വായിച്ചു നോക്കുക. ഓക്കെ.